ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രാവൽ ഫീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ സിക്കിമും അതുപോലെ നേപ്പാൾ, ഭൂട്ടാൻ ഈ 3 സ്ഥലങ്ങളും കൂടി നമുക്ക് ഒറ്റ സ്ട്രക്ചറിൽ നമുക്ക് എങ്ങനെ പോയിട്ട് വരാൻ പറ്റുന്ന രീതിയിലാണ് ഇന്നത്തെ യാത്ര നമ്മൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ സിക്കിമിൽ തന്നെ നമ്മൾ വേറൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. സിക്കിം നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് ഫുള്ളൊരു മാപ്പൊക്കെ വെച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ നിലവിൽ ഇപ്പോൾ ഇതിൽ സിക്കിമിൽ ഗാങ്ടോക്ക് എന്ന് പറയുന്ന സിക്കിമിൽ തന്നെ തലസ്ഥാനമായ ഗാങ്ടോക്ക് വരാൻ പോകുന്നൊരു ഡീറ്റെയിൽസ് വരെയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ അടുത്തൊരു വീഡിയോ നമ്മൾ സിക്കിമിൽ നമുക്ക് ഏതൊക്കെ സ്ഥലങ്ങളിലൊക്കെ പോകുന്ന വീഡിയോ നമ്മൾ എന്തായാലും അടുത്തൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇത് കൂടാതെ തന്നെ നമുക്ക് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ നോർത്ത് ഈസ്റ്റ് നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് കറങ്ങാം എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ മോളിൽ സജഷനിൽ കൊടുക്കുന്നുണ്ട്, കൂടെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സജഷനിൽ നോക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. സിക്കിമിലേക്ക് നമുക്ക് എങ്ങനെ എത്തിപ്പെടാം അല്ലെങ്കിൽ ഭൂട്ടാനിലേക്ക് എങ്ങനെയൊക്കെ നമുക്ക് എത്തിപ്പെടാനുള്ള ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു യാത്ര നമ്മൾ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ എറണാകുളം നമ്മൾ ഈ ഒരു യാത്ര നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ എറണാകുളത്ത് പോകുന്നത് നമ്മൾ ആദ്യം ഫസ്റ്റ് സജസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ന്യൂ ജൽപഗുരി റെയിൽവേ സ്റ്റേഷൻ നമ്മൾ എടുക്കുന്നത്. നമുക്ക് എല്ലാ ദിവസവും നമുക്ക് കേരളത്തിൽ നിന്ന് പോകുന്ന ഒരു ട്രെയിൻ ഉണ്ട്, 22:503 ദിബ്രുഗഡ് വിവേക് എക്സ്പ്രസ്. ഈ ട്രെയിന് എല്ലാ ദിവസവും നോർത്ത് സൈഡിലേക്ക് പോകുന്ന ട്രെയിനാണ്. അതായത് അതിഥി തൊഴിലാളികൾ നമ്മുടെ കേരളത്തിൽ വന്ന് പണിയെടുക്കുന്നുണ്ട്, അവർക്ക് അവരുടെ നാടുകളിലേക്ക് പോകാൻ കൂടുതലും എളുപ്പത്തിലുള്ള ട്രെയിനാണ് ഈ ഒരു ട്രെയിൻ. അതിൽ കൂടുതലും ഈ ഒരു ട്രെയിനിൽ പോകുന്നത് ഈ ഒരു അതിഥി തൊഴിലാളികളാണ്. അതുകൊണ്ട് നമ്മൾ മാക്സിമം നിങ്ങൾ AC ടിക്കറ്റൊക്കെ എടുത്ത് നിങ്ങൾക്ക് പോകാൻ ശ്രമിക്കുക. ട്രെയിന് പോകുന്നവർ വിവേക് എക്സ്പ്രസ്സിൽ നമ്മൾ നേരെ എന്ത് ചെയ്യുക, എറണാകുളത്ത് നിന്ന് ന്യൂ ജൽപഗുരിയിൽ നമ്മൾ ട്രെയിൻ നേരെ പോവുക. അവിടെ ഈ ഒരു ന്യൂ ജൽപഗുരി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സിലിഗുരിയിലേക്കാണ് നമ്മൾ പിന്നെ അടുത്ത് നമുക്ക് പോകേണ്ടത്. നമുക്ക് ബൈ ബസ് പോവുകയാണെങ്കിൽ ഷെയറിംഗ് ടാക്സി എടുത്തിട്ട് പോകാം, അല്ലെങ്കിൽ പിന്നെ ലോക്കൽ ട്രെയിൻസ് നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ രാവിലെ ഒരു 7 മണിക്കൊക്കെ ന്യൂ ജൽപഗുരിയിൽ നിന്ന് സിലിഗുരിയിൽ നമുക്ക് ട്രെയിൻ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു വിവേക് എക്സ്പ്രസ്സിൽ പോവുക നമ്മൾ രാത്രി ഒരു 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ന്യൂ ജൽപഗുരി റെയിൽവേ സ്റ്റേഷനിൽ. ഇനി ലോ ബഡ്ജറ്റായിട്ട് പോകുന്നവർക്ക് ടെൻറ്റൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അവിടെ റെയിൽവേ സ്റ്റേഷൻ അവിടെ നിങ്ങൾക്ക് ടെൻറ്റ് അടിച്ച് താമസിക്കും. ഇല്ലെങ്കിൽ ന്യൂ ജൽപഗുരി റെയിൽവേ സ്റ്റേഷനിൽ പുറത്ത് തന്നെ ഒരുപാട് റൂംസ് നമുക്ക് അവൈലബിൾ ആണ്. അവിടെ റൂം എടുത്ത് നമുക്ക് താമസിക്കാവുന്നതാണ്. അങ്ങനെ എന്ത് ചെയ്യുക, പിറ്റേ ദിവസം രാവിലെ സിലിഗുരി നേരെ എന്ത് ചെയ്യുക, ലോക്കൽ ട്രെയിൻ എടുത്തിട്ടോ അല്ലെങ്കിൽ ഷെയറിംഗ് ടാക്സിയോ ബൈ ബസ് എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ന്യൂ ജൽപഗുരി നേരെ എന്ത് ചെയ്യുക, സിലിഗുരിയിലേക്ക് നിങ്ങൾക്ക് പോകുന്നതാണ്. അങ്ങനെ സിലിഗുരി എത്തിയ ശേഷം എന്ത് ചെയ്യുക, അവിടെ നിന്ന് പിന്നെ കുറച്ച് ഗാങ്ടോക്ക് എന്ന് പറയുന്ന സിക്കിമിലെ തലസ്ഥാനത്തിലേക്കാണ് പോകേണ്ടത്. ഏകദേശം 183 കിലോമീറ്റർ ഉണ്ട് വൺ സൈഡ്. അങ്ങനെ സിലിഗുരിയിൽ നേരെ ഗാങ്ടോക്കിൽ നേരെ ബസ് എടുക്കുക. ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് എന്ന് വെച്ചാൽ ബസ്സിന് പോകുന്നതിന് 200 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഇനി നമ്മൾ ഇനി ഷെയറിംഗ് ടാക്സിയൊക്കെ എടുത്തിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് 300 രൂപ മുതൽ 500 രൂപ വരെ നമുക്ക് ഷെയറിംഗ് ടാക്സിന് ചാർജ് വരുന്നതാണ്. അപ്പോൾ എറണാകുളം നേരെ ന്യൂ ജൽപൂരിലേക്ക് എന്ത് ചെയ്യുക, ട്രെയിന് പോവുക. 22:503 ദിബ്രുഗഡ് വിവേക് എക്സ്പ്രസ് ആണ്. ഈ ട്രെയിൻ എല്ലാ ദിവസവും ഉണ്ട്. ഇത് കൂടെ നമുക്ക് വേറെ ട്രെയിനും കൂടി ഉണ്ട്, 12:503 അർണോയ് എക്സ്പ്രസ്. ഈ ട്രെയിൻ എല്ലാ ചൊവ്വാഴ്ച ദിവസമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ന്യൂ ജൽപഗുരി എത്തിക്കഴിഞ്ഞാൽ നേരെ സിലിഗുരിക്ക് നേരെ ട്രെയിനോ അല്ലെങ്കിൽ ബസ്സോ ടാക്സിക്ക് പോവുക. പിന്നെ സിലിഗുരി നേരെ ഗാങ്ടോക്ക് പിന്നെ എത്തിപ്പെടുന്ന കാര്യങ്ങളൊക്കെ അടുത്തൊരു വീഡിയോ പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ നോർത്ത് ഈസ്റ്റ് യാത്രയിൽ തന്നെ നമുക്കിനി ഭൂട്ടാനും കൂടി നമുക്ക് എങ്ങനെ കവർ ചെയ്യാന്നുള്ള ഡീറ്റെയിൽസ് എനിക്ക് പറയാൻ വേണ്ടി പോകുന്നത്. ഭൂട്ടാനിലൊക്കെ നമ്മൾ എൻട്രി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ട കാര്യം വെച്ചാൽ നമ്മുടെ വോട്ടർ ID കാർഡ് എന്തായാലും നിർബന്ധമായിട്ട് വേണം, അല്ലെങ്കിൽ പാസ്പോർട്ട് വേണം. നമ്മുടെ ആധാർ കാർഡ് കൊണ്ടിട്ട് നമുക്ക് ഒരിക്കലും അത് പോസിബിൾ ആകില്ല, നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റില്ല. പക്ഷേ നേപ്പാൾ നമുക്ക് ആധാർ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ആധാർ കാർഡ് വെച്ചിട്ട് നമുക്ക് എൻട്രി ചെയ്യാവുന്നതാണ്. ഭൂട്ടാനിൽ അങ്ങനെ നമ്മുടെ വോട്ടർ ID കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ത്യക്കാർക്ക് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പാസ്പോർട്ട് അങ്ങനെ എന്തെങ്കിലും ആധാർ കാർഡ് ഒരിക്കലും ഉണ്ടെങ്കിൽ നമുക്ക് ഭൂട്ടാനിലൊക്കെ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് ഭൂട്ടാനിലൊക്കെ നമുക്ക് അതിന് എത്തിപ്പെടാനുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു എറണാകുളം നമ്മൾ നേരെ എന്ത് ചെയ്യുക, ന്യൂ ജൽപഗുരി റെയിൽവേ സ്റ്റേഷനിൽ നമുക്ക് നേരെ ട്രെയിൻ കയറുക. എന്നിട്ട് ന്യൂ ജൽപഗുരി എന്ത് ചെയ്യുക, സിലിഗുരിയിലേക്ക് നമുക്ക് പോവുക. നമുക്ക് എപ്പോഴും ഈ ഒരു യാത്രയിൽ നമുക്ക് എന്ത് ചെയ്യുക, ഈ സിക്കിമും ഭൂട്ടാനും നേപ്പാൾ ഈ ഒരു യാത്ര പ്ലാൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും സിലിഗുരി എന്ത് ചെയ്യുക സെൻറ്റർ ആക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക പ്ലാൻ ചെയ്യുക. അങ്ങനെ സിലിഗുരിയിൽ നിന്ന് നേരെ എന്ത് ചെയ്യുക, അസിമാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എന്ത് ചെയ്യുക, നമ്മൾ ട്രെയിനിന് പോവുക. അല്ലെങ്കിൽ നമ്മൾ ന്യൂ ജൽപഗുരി നമുക്ക് ഹസിമാറ എന്ന് പറയുന്ന സ്ഥലം കൂടി ട്രെയിനിന് പോകാൻ പറ്റുന്നതാണ്. പക്ഷേ എപ്പോഴും ട്രെയിനുള്ളതെന്ന് വെച്ചാൽ ഈ സിലിഗുരിയിൽ നിന്ന് ഹസിമാറിലേക്കുള്ളത്. അപ്പോൾ നേരെ എന്ത് ചെയ്യുക, ന്യൂ ജൽപഗുരിയിൽ നിന്ന് സിലിഗുരിയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ ശ്രമിക്കുക. സിലിഗുരിയിൽ നിന്ന് ഹസിമാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന ട്രെയിൻ എന്ന് വെച്ചാൽ 15777 LJP APDJ ടൂറിസ്റ്റ് എന്ന് പറഞ്ഞ ട്രെയിൻ. ഈ ട്രെയിൻ നമുക്ക് എല്ലാ ദിവസവും നമുക്ക് അവൈലബിൾ ആണ്. അതിന് 13:149 കാഞ്ചൻ കനിയ എന്ന ട്രെയിൻ ഉണ്ട്. ഈ ട്രെയിനും എല്ലാ ദിവസവും അവൈലബിൾ ആണ്. പിന്നെ 15:484 മഹാനന്ദ എന്ന എക്സ്പ്രസ് ഉണ്ട്. ഈ ട്രെയിൻ നമുക്ക് എല്ലാ ദിവസവും നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനെ എന്താ ചെയ്യുക, ഹസിമാറ എന്ന് പറയുന്ന സ്ഥലത്ത് നേരെ പോയി ട്രെയിൻ എടുക്കുക. ഹസിമാറയിൽ നമുക്ക് പിന്നെ പോകുന്നത് വെച്ചാൽ ജൈഗോൺ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഉള്ളത്. ഈ ജൈഗോൺ എപ്പോഴും നമുക്ക് ബസ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. 20 രൂപ മുതൽ 50 രൂപ നമുക്ക് ബസ്സിൻ്റെ ടിക്കറ്റ് ചാർജ് വരുന്നത്. അങ്ങനെ ഈ ഒരു ജൈഗോണിൽ പോവുക. ജൈഗോൺ പിന്നെ പോകുന്നത് വെച്ചാൽ
ഫുൻഷോങ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. ഈ ഫുൻഷോങ് ആണ് ഈ ഒരു ഭൂട്ടാൻ വരുന്ന ബോർഡറാണ്, ഭൂട്ടാനുള്ള സ്ഥലമാണ് ഈ ഒരു ഫുൻഷോങ് എന്ന് പറയുന്ന സ്ഥലം. അങ്ങനെ നേരെ ജയ്ഗോണിൽ ഫുൻഷോങ്ങിലേക്ക് പോകും. 4 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഒന്നെങ്കിൽ ഷെയറിംഗ് ടാക്സി എടുത്തിട്ട് പോകാം, അല്ലെങ്കിൽ ഓട്ടോ എടുത്തിട്ട് പോകാം. അങ്ങനെ ഈ 2 ഓപ്ഷൻ നമുക്ക് ഈ ഒരു ഭൂട്ടാനിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ്. ഈ ഭൂട്ടാനിലേക്ക് നമുക്ക് കടക്കണം മെയിൻ വേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ID പ്രൂഫ് ഉണ്ടാകണം എന്തൊക്കെ വന്നാലും, അല്ലെങ്കിൽ നമുക്ക് ഭൂട്ടാനൊക്കെ എൻ്റർ ചെയ്യാൻ പറ്റില്ല. ഭൂട്ടാനിൽ നമ്മൾ എൻ്റർ ചെയ്താൽ നമുക്ക് 12 മണിക്കൂർ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഭൂട്ടാനിൽ നിൽക്കാം. ഇനി അതിൽ കൂടുതൽ നാളെ നമുക്ക് നിൽക്കണമെങ്കിൽ നമുക്ക് 1200 1500 സംതിങ് രൂപ നമുക്ക് ഫൈൻ കൊടുത്തിട്ട് നമുക്ക് അവിടെ നിൽക്കാവുന്നതാണ്. കൂടെ തന്നെ നമ്മുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഭൂട്ടാനിൽ നമുക്ക് ട്രാവൽ ചെയ്ത് നമുക്ക് നടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഭൂട്ടാൻ്റെ ഒരു ഡീറ്റെയിൽസ്. ഈ ഒരു നോർത്ത് ഈസ്റ്റ് യാത്രയിൽ തന്നെ നമുക്ക് നേപ്പാളിലേക്ക് ഇനി പോകുന്ന രീതിയാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. നേപ്പാളിലേക്ക് നമുക്കല്ലാതെ നമുക്ക് നേരെ എന്ത് ചെയ്യുക, കേരളത്തിൽ നമുക്ക് നേരെ നേപ്പാൾ പോകണമെങ്കിൽ ഗോരഖ്പൂരിലേക്ക് പോയിട്ട് ഗോരഖ്പൂർ നേരെ നേപ്പാളിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്നതാണ്. അത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നില്ല. അത് നമുക്ക് വേറെ നേപ്പാളിലായിട്ടാണ് നമ്മൾ ഡീറ്റെയിൽസ് വീഡിയോ ചെയ്യുന്നുണ്ട്, അതിൽ നമ്മൾ പറയുന്നതാണ്. നമ്മൾ ഈ ഒരു യാത്രയിൽ നമുക്ക് കണക്ട് ചെയ്തിട്ട് പോകുന്ന സിലിഗുരി സെൻട്രലാക്കിക്കൊണ്ട് നമുക്ക് സിലിഗുരിയിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് നമുക്ക് നേപ്പാളിലേക്ക് പോകുന്ന രീതി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. കേരളത്തിൽ നേരെ എന്ത് ചെയ്യുക, ഈ ഒരു ട്രെയിൻ എടുത്തിട്ട് ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ട്രെയിൻ എടുത്ത് നേരെ എന്ത് ചെയ്യുക, ന്യൂ ജൽപൈഗുരി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാം. ന്യൂ ജൽപൈഗുരി നേരെ എന്ത് ചെയ്യുക, സിലിഗുരിയിലേക്ക് ബൈ ബസ്സോ അല്ലെങ്കിൽ ലോക്കൽ ട്രെയിൻ എടുത്തിട്ട് നേരെ സിലിഗുരിയിലേക്ക് പോകാം. സിലിഗുരി നേരെ എന്ത് ചെയ്യുക, കാട്രബിറ്റ എന്ന് പറഞ്ഞ ബോർഡറാണ് നേപ്പാളിലെ ഈ ഒരു സിലിഗുരിക്ക് അവിടെ നിന്ന് ബോർഡർ. നേരെ കാട്രബിറ്റ ബോർഡർ പോയിട്ട് അവിടെ നമുക്ക് നേപ്പാളിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ആധാർ കാർഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൂഫുകളുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നേപ്പാളിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. ഇതാണ് ഒരു ഓപ്ഷൻ നേപ്പാളിലേക്ക്. ഇനി ഞങ്ങൾ എൻ്റർ ചെയ്തൊരു ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ സിക്കിമിലൂടെ യാത്ര പോയപ്പോഴത്തേക്ക് സിക്കിമിൽ നിന്നാണ് ഞങ്ങൾ ഈ ഒരു നേപ്പാളിലേക്ക് ഞങ്ങൾ എൻ്റർ ചെയ്തത്. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഞങ്ങൾ സിക്കിമിൽ ഡാർജിലിംഗ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഡാർജിലിംഗിൽ അതായത് നമ്മൾ ടോയ് ട്രെയിനൊക്കെ ഉള്ള സ്ഥലം ഡാർജിലിംഗ് പോയിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യുക, പശുപട്ടി നഗർ. ഈ ഒരു സ്ഥലമാണ് നമ്മുടെ ഡാർജിലിംഗ് അടുത്ത് വരുന്നത്. സിക്കിമിന് ബോർഡറായിട്ട് വരുന്നതാണ് ഈ ഒരു പശുപട്ടി നഗർ. ഇവിടെ നമുക്ക് നേപ്പാളിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ആധാർ കാർഡ് കൊടുത്താൽ നമുക്ക് നേപ്പാളിലേക്ക് എൻ്റർ ചെയ്യാം. നമുക്ക് ഡാർജിലിംഗിൽ നിന്ന് പശുപട്ടി നഗറിൽ 32 കിലോമീറ്ററാണ് നമുക്ക് ദൂരം വരുന്നത്. നേരെ പിന്നെ നമ്മൾ ഷെയറിംഗ് ടാക്സിക്ക് എടുത്ത് നമുക്ക് പോകണമെങ്കിൽ 200 രൂപ മുതൽ 300 രൂപ നമുക്ക് ഷെയറിംഗ് ടാക്സിൻ്റെ നമുക്ക് ചാർജ് വരുന്നത്. അങ്ങനെ നേപ്പാളിൽ പശുപട്ടി നഗർ നമുക്ക് എൻ്റർ ചെയ്ത് അവിടെ നേപ്പാളിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് നേപ്പാളിലേക്ക് എൻ്റർ ചെയ്യാൻ നമുക്ക് നമ്മൾ കേരളത്തിൽ നേരെ ഗോരഖ്പൂരിലേക്ക് പോയിട്ട് ഗോരഖ്പൂർ നമുക്ക് നേപ്പാളിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഫസ്റ്റ് എന്ത് ചെയ്യുക, കേരളത്തിൽ നേരെ ഗോരഖ്പൂരിലേക്ക് പോയിട്ട് അവിടെ നിന്ന് നേപ്പാൾ കയറി നേപ്പാൾ നേരെ കാഠ്മണ്ഡു വന്നിട്ട് കാഠ്മണ്ഡു നിന്ന് പിന്നെ നമുക്ക് എന്ത് ചെയ്യുക, ഈ വരുന്ന പശുപട്ടി നഗറിലേക്ക് വരിക. നേപ്പാളിലെല്ലാം കറങ്ങിയ ശേഷം പശുപട്ടി നഗർ വരിക. പശുപട്ടി നഗർ എന്ത് ചെയ്യുക, ഡാർജിലിംഗ് എല്ലാം കറങ്ങിയ ശേഷം അല്ലെങ്കിൽ ഈ വരുന്ന കാട്രബിറ്റ എന്നൊരു സ്ഥലത്തേക്ക് വന്നിട്ട് കാട്രബിറ്റ എന്ന് ചെയ്യുക. വീണ്ടും നമ്മൾ ന്യൂ ജൽപൈഗുരിയിലേക്ക് വരിക. ന്യൂ ജൽപൈഗുരി നേരെ സിലിഗുരി വരിക. സിലിഗുരി നേരെ ഗാങ്ടോക്ക് വരിക. ഗാങ്ടോക്കിൽ നിന്ന് എന്ത് ചെയ്യുക, സിക്കിമെല്ലാം കറങ്ങുക. അതിനുശേഷം നേരെ തിരിച്ച് വീണ്ടും ഗാങ്ടോക്ക് നേരെ സിലിഗുരിയിലേക്ക് വരിക. സിലിഗുരിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും നേരെ ഹസിമാറ എന്ന സ്ഥലത്തേക്ക് പോകുക. ഹസിമാറ നേരെ ഈ ഫുൻഷോളിങ് പോയിട്ട് ഭൂട്ടാനെല്ലാം കറങ്ങുക. അങ്ങനെ നമുക്ക് ഈ ഒരു യാത്ര പ്ലാൻ ചെയ്യാൻ പറ്റും. കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഇനി ഒരു നോർത്ത് ഈസ്റ്റ് യാത്രയിൽ നിങ്ങൾക്ക് എങ്ങനെ ഈ 3 കൂടി ഒറ്റ ഇതിൽ സെക്ടറിൽ നിങ്ങൾക്ക് കറങ്ങുന്ന രീതിയിൽ പ്ലാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നേരെ എറണാകുളത്ത് ന്യൂ ജൽപൈഗുരി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറുക. ന്യൂ ജൽപൈഗുരി നേരെ എന്ത് ചെയ്യുക, സിലിഗുരിയിലേക്ക് പോവുക. സിലിഗുരി നേരെ ഹസിമാറ പോയിട്ട് ജയ്ഗോൺ പോയിട്ട് ഫുൻഷോളിങ് പോവുക. അങ്ങനെ നേരെ ഭൂട്ടാൻ കയറുക. ഭൂട്ടാൻ എൻ്റർ ചെയ്ത് ഇങ്ങനെ ഭൂട്ടാനിൽ കറങ്ങാനുള്ള കുറച്ച് സ്ഥലങ്ങളെല്ലാം കറങ്ങിയിട്ട് നേരെ തിരിച്ച് വീണ്ടും എന്ത് ചെയ്യുക, സിലിഗുരിയിലേക്ക് വരിക. സിലിഗുരി വന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ നേരെ എന്ത് ചെയ്യുക, ഗാങ്ടോക്കിൽ നിങ്ങൾ ബസ് കയറുക. ഗാങ്ടോക്കിൽ നേരെ സിക്കിം ഭാഗങ്ങളിലെ എല്ലാ സ്ഥലങ്ങളും കണ്ടിട്ട് നേരെ എന്ത് ചെയ്യുക, അവിടെ നിന്ന് നേരെ ഡാർജിലിംഗ് പിടിക്കുക. ഡാർജിലിംഗ് നേരെ പശുപട്ടി നഗറിൽ പോയിട്ട് അവിടെ നേരെ നേപ്പാൾ എൻ്റർ ചെയ്തിട്ട് നേപ്പാളിൽ ഇതെല്ലാം കാഠ്മണ്ഡുവും പൊക്കാറൊക്കെ പോയിട്ട് പിന്നെ പൊക്കാറിലെ കുസുമ എന്ന സ്ഥലത്ത് പോയിട്ട് നേരെ ബങ്കി ജമ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നേരെ എന്ത് ചെയ്യുക, അവിടെ നിന്ന് തിരിച്ച് നിങ്ങൾക്ക് റെക്സൽ ബോർഡർ പോയിട്ട് റെക്സൽ നേരെ ബീഹാർ പിടിച്ചിട്ട് ബീഹാർ പോയിട്ട് ബീഹാർ നിങ്ങൾക്ക് ഗുവാഹത്തി പിടിച്ചിട്ട് ഗുവാഹത്തി നിങ്ങൾക്ക് മേഘാലയ ഭാഗങ്ങൾ അങ്ങോട്ടൊക്കെ നിങ്ങൾക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് കറങ്ങാൻ പറ്റുന്നതാണ്. അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോ നമ്മൾ പറയുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ നമ്മൾ സിക്കിമിൽ നമുക്ക് എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്ത് ഇറങ്ങാം, സിക്കിമിൽ നമുക്ക് ഏതൊക്കെ റൂട്ടിലൂടെ നമുക്ക് പോകാൻ പറ്റും, ഏതൊക്കെ സ്ഥലങ്ങളിൽ പോകണം, അതിൻ്റെ വീഡിയോസ് നമ്മൾ എന്തെങ്കിലും അടുത്തൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. കൂടാതെ നമുക്ക് ഈ ഒരു യാത്രയുമായിട്ട് എന്തെങ്കിലും സംശയം, അതായത് ഈ നോർത്ത് ഈസ്റ്റിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ കൊടുത്തിട്ട് ട്രാവൽ ഫേസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് തരുന്നതായിരിക്കും. അതുകൂടെ തന്നെ നോർത്ത് ഈസ്റ്റ് സൈഡിലേക്ക് അങ്ങനെ നോർത്ത് ഇന്ത്യൻ സൈഡിലേക്ക് കാശ്മീർ, മണാലി, ലക്ഷദ്വീപ് എന്നീ സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഇന്ത്യയിൽ തന്നെ എല്ലാ സ്ഥലങ്ങളിലേക്കും നമ്മൾ ടൂർ പാക്കേജ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാക്കേജുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ മതി. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് വാട്സാപ്പിൽ അയച്ചിരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. കൂടെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടത്തുള്ള ബെല്ലേക്കും എനേബിൾ ചെയ്ത് ഇതിലുള്ള യാത്രയുമായിട്ട് ഇൻഫർമേഷൻ എനിക്ക് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്തൊരു നോർത്ത് ഈസ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.